ഇത്രമാത്രം കേസ് എങ്ങനെയാണ് പോലീസ് പിടിക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും അത്യന്താധുനിക സ്കാനിംഗ് സൗകര്യമുള്ള സ്കാനറുകളുള്ള എയർപോർട്ടാണ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ട്. കാരണം ഇതിന്റെ മുമ്പും കസ്റ്റംസുകാർ തട്ടിപ്പ് നടത്തിയപ്പോൾ CBI വരികയും വലിയ അന്വേഷണം നടത്തുകയും പല ഓഫീസർമാരെയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ സ്കാനിങ്ങിൽ ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ടാക്കുക. അപ്പൊ ഞാനും വിചാരിച്ചു ഇങ്ങനെ, കാരണം സ്കാനിങ് കഴിഞ്ഞിട്ട് വേണമല്ലോ ഇത് പുറത്ത് കിടക്കാൻ. അപ്പൊ നമ്മൾ ഇന്റർനെറ്റ് വഴി ഏത് ടൈപ്പ് ഓഫ് സ്കാനിങ് ആണ്, മെഷീനാണ് അവിടെ പ്രവർത്തിക്കുന്ന, ജോലി ചെയ്യുന്ന നമ്മളെ സാധാ സഖാക്കളുണ്ട് എയർപോർട്ടിൽ. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ സ്കാനറിനൊക്കെ ബാക്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാകുമ്പോൾ ഫോട്ടോ എടുത്ത് കൊണ്ടുവരണം, ആ കമ്പനി ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഡീറ്റെയിൽസ് കിട്ടിയിട്ട് അതിന്റെ പാരാമീറ്റർ വെച്ച് ഇത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു രക്ഷയില്ല. ഏത് പാക്കിംഗ് നടത്തിയാലും സ്വർണം അവിടെ കാണും, എത്ര ഒളിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചാലും. അപ്പൊ പിന്നെ എന്റെ അന്വേഷണം അങ്ങോട്ടായി. ഇത്രയും സംവിധാനം ഉണ്ടായിട്ട് പിന്നെ എങ്ങനെയാ ഈ പോലീസ് ഇത് പിടിക്കുന്നത്? അപ്പൊ പിന്നെ പോലീസ് പിടിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ആര് പിടിച്ചാലോ ഈ സ്വർണം നേരെ കസ്റ്റംസിൽ പ്രിവെന്റീവ് ഡിവിഷനിൽ കൊടുക്കണം. അതാണ് നിയമം. മുഖ്യമന്ത്രി പറഞ്ഞതല്ല നിയമം. ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അവിടെ ഏൽപ്പിക്കണം. എവിടുന്ന് കിട്ടിയാലും, ഏത് സ്വർണം കിട്ടിയാലും വിദേശത്ത് നിന്നാണ് കടന്നു വന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഏൽപ്പിക്കേണ്ടത് കസ്റ്റംസിനെയാണ്. ആ വെളിയിൽ നിന്ന് ഇങ്ങനെ പിടിച്ചാലും അവനെ കോളറും പിടിച്ച് നേരെ കൊണ്ടുപോയി ആ കൗണ്ടറിൽ കൊടുത്താൽ മതി. ഈ കൊണ്ടുപോകുന്നവന്, ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ആ ടീമിന് 20% കമ്മീഷൻ കിട്ടും. 1 കിലോ സ്വർണം പിടിച്ചാൽ 200 ഗ്രാം അവർക്ക് കിട്ടും. അപ്പൊ അങ്ങനെ റിപ്പോർട്ടേ ചെയ്യണില്ല. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്ത് പടച്ചോനിത്? കാരണം 20% കിട്ടണമല്ലോ. അതിന് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇനി ആ പാരാമീറ്റർ ഒക്കെ തട്ടിക്കഴിച്ചാൽ ഒരു 10-12% കിട്ടും. അപ്പോഴാണ് പിന്നെ ഞാൻ ഈ അന്വേഷണം, ഈ കൊണ്ടുവന്നവരെ കോടതിയിൽ നിന്നൊക്കെ ഡീറ്റെയിൽസ് പകർത്തി എല്ലായിടത്തും 102 CRPC പ്രകാരം CMP ഫയൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡീറ്റെയിൽസ് എടുത്തു. നമ്മൾ അഡ്രസ്സുകൾ കണ്ടെത്തി. പലരും വിദേശത്താണ്. ചിലരെയൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞു. ആ കണ്ടെത്തി അവരുമായി സംസാരിക്കുമ്പോഴാണ് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത വിധമാണ് ഈ ഏർപ്പാട് നടക്കുന്നത്. എന്താ പരിപാടി എന്നറിയാം നമുക്ക്? ഈ സ്വർണം കൊണ്ടുവരുന്ന പാസഞ്ചർ കാരിയർ ഇത് അവിടുന്ന് കൊടുത്തു വിടുന്നവർ നല്ല പാക്കിംഗ് സിസ്റ്റത്തിലാണ് സാധനം അയക്കുന്നത്. പാക്കിംഗ് കസ്റ്റംസിൽ വരുമ്പോൾ ഇത് കാണുന്നുണ്ട്. ഇവര് ആ യെല്ലോ ഷെയ്ഡ് സ്കാനറിൽ കാണാം, എത്ര മൈന്യൂട്ടാണെങ്കിലും ഇവർ കാണാത്ത പോലെ കടത്തിവിടുന്നു. പാസഞ്ചർ കൈസിലായി. അപ്പൊ എന്താ, ഇവനെ കടത്തിവിടുന്നതോട് കൂടിയിട്ട് സുജിത് ദാസിന്റെ ടീം പുറത്തുണ്ട്. അവർക്ക് ഇവന്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസും അവന്റെ ഫോട്ടോ അവിടെ നിന്നല്ല എടുത്തയക്കുന്നത്. ഇത് വെച്ച് ഇവർ പുറത്ത് നിൽക്കുകയാണ്. കടന്ന് പുറത്തേക്ക് വന്നാൽ ആ എയർപോർട്ട് അങ്ങോട്ട് മൂവ് ചെയ്യാൻ 2 TV നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. 2 പാസഞ്ചേഴ്സ് നമ്മളെ TV പുറത്ത് വിട്ടത്. അവിടുന്ന് പിന്നെ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോവാണ് ഇവരുടെ കേന്ദ്രങ്ങളിലേക്ക്. പിന്നെ അവര് തീരുമാനിക്കുകയാണ് 2 കിലോ സ്വർണം പിടിച്ചാൽ എത്രയാണ് കൊടുക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കുകയാണ്. ആ രീതിയിൽ പിന്നെ ഈ പറയുന്ന സ്വർണ്ണപ്പണിക്കാരന്റെ കടയിലേക്ക് പോകുന്നു. ഒരു സ്വർണ്ണപ്പണിക്കാരൊന്നും അല്ല കേട്ടോ, ഒരൊറ്റ അപ്രൈസറേ ഉള്ളൂ കസ്റ്റംസ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്ന് അന്വേഷിക്കണം, ഈ കൊണ്ടോട്ടിയിൽ എന്താ ഇത്ര വലിയ സേട്ടുമാര്? ഇപ്പൊ ഈ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് എത്ര സേട്ടുമാര്, സ്വർണം നിങ്ങൾക്കൊക്കെ അറിയാം, നിലമ്പൂരുണ്ടാവും, ഓർണമെന്റ്സ് വാങ്ങിയിട്ട് ഉരുക്കിയിട്ട് ജ്വല്ലറിക്കാർക്ക് കൊടുക്കുന്ന സേട്ടുമാർ ഇവിടെയുണ്ട്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സേട്ടുമാർ ഇത് ഉരുക്കാൻ സംവിധാനമുള്ളവർ കൊണ്ടോട്ടിയാണ്. ഞാൻ കൊടുത്ത പരാതിയിൽ ഞാൻ പറഞ്ഞതിലുള്ള കാര്യം അതാണ്. ഈ സ്വർണ്ണപ്പണിക്കാരൻ ഉണ്ണി ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് മാത്രമുണ്ടാക്കിയ സമ്പത്ത് ഈ അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇന്നലെ വരെ ഒരാൾ ആ വഴിക്ക് പോയിട്ടില്ലല്ലേ?
ഇപ്പൊ പറഞ്ഞതിനൊക്കെ തെളിവ് ആരുണ്ടാക്കി കൊടുക്കണം? ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അങ്ങോട്ടും പോവില്ല. പത്രക്കാരെ മുഴുവൻ വിളിച്ച് കൊണ്ടോട്ടിയിലൂടെ നടക്കേണ്ടി വന്നു PV അൻവറിന്. നിങ്ങൾ കണ്ടല്ലോ. എന്നിട്ടും സംസ്ഥാനത്തെ ഭരണകക്ഷിക്കോ പോലീസിനോ ഒരു അനക്കവുമില്ല. എന്റെ മൊഴിയെടുത്തപ്പോ ഞാൻ പറഞ്ഞു IG-യോട് 188ഓളം കേസാണ് പോലീസ് ഇതുപോലെ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒരു 10 ആൾ IG നിങ്ങൾ വിളിപ്പിക്കുക, അവരോടൊന്ന് അന്വേഷിക്കുക. നിങ്ങൾ സ്വർണവുമായിട്ട് പുറത്തിറങ്ങിയിട്ട് എവിടുന്നാ പോലീസ് പിടിച്ചത്? എങ്ങോട്ടാ കൊണ്ടുപോയത്? എങ്ങനെയാ ചോദ്യം ചെയ്തത്? സ്വർണം എവിടെ വെച്ചാ ഉരുക്കിയത്? അത് എത്ര ഗ്രാം ഉണ്ടായിരുന്നു? ഒരാളെ വിളിച്ചിട്ടില്ല. ഒരാളെ. ഇതാണോ അന്വേഷണം? ഒരാളെ വിളിച്ചിട്ടില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം. അവസാനം മുഖ്യമന്ത്രി എന്നെ കള്ളനാക്കിയപ്പോ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങി. നാട്ടുകാരുടെ സഹായത്തോടും പിൻബലത്തോടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും ആ 2 പാസഞ്ചേഴ്സ് വരാൻ തയ്യാറായി, അവരുടെ കുടുംബസമേതം. പടച്ചോൻ എന്നെ കാത്തത് എവിടെ അറിയും നിങ്ങൾ? ഈ 2 പാസഞ്ചേഴ്സ് വരുമ്പോൾ അവരെ റിസീവ് ചെയ്യാൻ പോയത്, ഒരാളെ റിസീവ് ചെയ്യാൻ പോയത് അവന്റെ വാപ്പയുമ്മയാണ്. മറ്റേ കുട്ടിയെ റിസീവ് ചെയ്യാൻ പോയത് അവന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയും അമ്മാവന്റെ മകനുമാണ്. ആ സംഭവങ്ങൾ മുഴുവൻ അവർ വിവരിച്ചത് നിങ്ങൾ കേട്ടല്ലോ. ഇങ്ങനെ പബ്ലിക്കായിട്ട് ഈ 2 ആളെ കാര്യം ഞാൻ പുറത്തുവിട്ടിട്ട് പ്രിയപ്പെട്ട കേരളത്തിലെ 3.5 കോടി ജനങ്ങളോടാണ് ഞാൻ പറയുന്നത്. ആ പാസഞ്ചർമാരെ അടുത്ത് പോയിട്ട് അവരോടൊന്ന് ചോദിച്ചോ പോലീസ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം? ബാക്കിയൊക്കെ വിടൂ. ഈ 3.5 കോടി ജനങ്ങളോട് അവർ പറയുന്നത് കേട്ടിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഞാൻ പുറത്തുവിട്ട വീഡിയോയിലെ ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ, ആ 2 പാസഞ്ചേഴ്സും അവരുടെ കുടുംബവും, ഒന്ന് തൊട്ടടുത്ത കാളികാവിലും ഒന്ന് കൊടുവള്ളിയിലുമാണ്. എന്താ അന്വേഷിക്കാത്തത്?